കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന ആരോപണം. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് 1.5 വയസ്സുകാരന് മസ്തിഷ്കാഘാതം സംഭവിച്ചു. സംഭവത്തിൽ അനസ്തേഷ്യ ഡോക്ടറായ അഞ്ജലി പൊതുവാളിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം. ചെറുങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണിട്ട് മാധവങ്കരം ജനകീയ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് 2 സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ 11 മണിക്ക് എത്തിയ സമയത്ത് പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 3:30 ഡോക്ടറെല്ലാം റെഡിയായി. പിന്നെ അനസ്തേഷ്യയിലെ ഡോക്ടർ പെട്ടെന്ന് വരികയും അവർ അനസ്തേഷ്യ ചെയ്യണമെന്ന് പറഞ്ഞു. വാർഡിൽ വന്ന് അവിടുന്ന് മടിയിൽ കുഞ്ഞിനെ എത്തിയിട്ടാകുമ്പം പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്ത പാടെ തന്നെ കുഞ്ഞി ബോധം കെട്ടുപോയി, കണ്ണ് മേലോട്ടായി. പിന്നെ ഇതുവരെ കുഞ്ഞി എണീച്ചിട്ടില്ല. ഡോക്ടർമാരെ മൊത്തം ചാടി ആസ്പത്രിയിലെ റൂമിലേക്ക് വരികയും ചെയ്തു, ഓപ്പറേഷൻ വാർഡിലേക്ക് വരികയും ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞ ഇവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കണ്ണൂർ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അമ്മ കണ്ണൂരിലേക്ക് പോയി. ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടി തനിയെ ഇതായി വരണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. എന്താ ചെയ്യേണ്ടതൊന്നും പറയാൻ പറ്റുന്നില്ല, വല്ലാത്ത അവസ്ഥയാണ്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ഇത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയില്ലേ? 1.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അനസ്തേഷ്യ എന്ന് പറഞ്ഞ മസ്തിഷ്കാഘാതത്തിലേക്ക് വരെ പോകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ പിഴവാണ് എന്ന് മനസ്സിലാക്കാം. കുടുംബം ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. ആശുപത്രി അധികൃതർ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ? അത് മാത്രമല്ല, കേസെടുത്തിട്ടുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ജൂലൈ 5-ാം തീയതിയാണ് സംഭവം. ഈ കുട്ടി 1 വയസ്സും 5 മാസം പ്രായമുള്ള കുട്ടി കളിക്കുന്നതിനിടെ വീണു. ചുണ്ടിനും കീഴ്ത്താടിക്കുമായിട്ടൊരു മുറിവുണ്ടാകുന്നു. ഈ മുറിവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ആശുപത്രിയിൽ പോകുന്നത്. ആശുപത്രിയിൽ പോകുമ്പോൾ ഈ സ്റ്റിച്ച് ഇടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തുന്നുന്നതിന് വേണ്ടി അനസ്തേഷ്യ നൽകണം എന്ന ഡോക്ടർമാർ പറയുകയും അതനുസരിച്ച് ഈ കുഞ്ഞിന് അനസ്തേഷ്യ കൊടുക്കുകയുമായിരുന്നു. പിന്നീട് ഈ അനസ്തേഷ്യ കൊടുത്ത ഉടൻ തന്നെ ഈ കുഞ്ഞിന്റെ അവസ്ഥ മാറുകയും ആകെ നമ്മുടെ രാജീവൻ എന്ന് പറയുന്ന, അതായത് അയാളുടെ മരുമകന്റെ കുഞ്ഞാണ് ഇത്തരത്തിൽ പ്രശ്നത്തിൽപ്പെട്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ അപ്പോൾ തന്നെ കുട്ടിക്ക് ബോധക്കേടുണ്ടാവുകയും അതോടൊപ്പം തന്നെ കണ്ണുകളൊക്കെ മുകളിലേക്ക് മാറുകയും ചെയ്തു. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ട് എന്നിവർക്ക് മനസ്സിലാവാൻ വേണ്ടി തുടങ്ങിയത്. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ബേബി മെമ്മോറിയലിലെ തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു, കണ്ണൂരിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കുട്ടിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുട്ടിയുടെ ആരോഗ്യനില പിന്നെയും വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മസ്തിഷ്ക ആഘാതം ഉണ്ടായി എന്ന് ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറയുന്നുമുണ്ട്. ആശുപത്രി ഇതിൽ ചികിത്സാ പിഴവ് ഇല്ല എന്നാണ് അവർ വിശദീകരണം നൽകുന്നത്. കാരണം അത് സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല. ഇപ്പോൾ ബന്ധുക്കളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം മാനസികാവസ്ഥ കൂടെ പരിഗണിച്ച് ഇത്തരം കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം എന്നാണ് ആശുപത്രിയുടെ നിലപാട്. എങ്കിലും ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന കാര്യത്തിൽ അവർ പ്രാഥമികമായി സമ്മതിക്കുന്നില്ല. ഏതൊരു ആശുപത്രിയും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. എന്തായാലും ഈ 1 വയസ്സും 5 മാസവും പ്രായമുള്ള കുഞ്ഞ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു. കുട്ടി വീണ് പരിക്കേറ്റതല്ലേ? അപ്പോൾ ചുണ്ടിനും താടിയുടെ ഭാഗത്തുമായിട്ടുമാണ് മുറിവ്. അത് അത്രത്തോളം വലിയ മുറിവായിരുന്നോ ശരിക്കും? സ്വാഭാവികമായും വളരെ ചെറിയ പരിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമല്ല, അത്തരത്തിലൊരു കുട്ടിക്ക് ഈ സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല രീതിയിലുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളുമുണ്ട്. പ്ലാസ്റ്ററിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചികിത്സയിൽ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ സ്റ്റിച്ച് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അല്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു പരിശോധനയും നടത്താതെ ഈ കുഞ്ഞിന്റെ മറ്റ് ആരോഗ്യനിലകളോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ മറ്റ് ഹിസ്റ്ററികളോ ഒന്നും തന്നെ പരിശോധിക്കാതെ യാതൊരു ചോദ്യവും ചോദിക്കാതെ അനസ്തേഷ്യ നൽകി എന്നാണ് ബന്ധുക്കളും മറ്റും പറയുന്നത്. അവിടത്തേക്ക് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രാഥമികമായി തന്നെ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പൊതു അഭിപ്രായം അങ്ങനെയാണ്.